ഒരു യമണ്ടൻ പൊളപ്പൻ സിനിമയാണ് ഫോർഡ് വേഴ്സസ് ഫെറാറി. പേര് കേൾക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റേസിംഗ് ആണ് ഫീൽ ചെയ്യുക. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നാം. ബട്ട് എൻറ്റയർ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ആൻഡ് 1950കളിലോ 60കളിലോ എപ്പോഴാണ് ഈ ഒരു കഥ നടക്കുന്നത്. ബേസ്ഡ് ഹെൻറി ഫോർഡ് സെക്കൻഡ് കക്ഷി ഉള്ളപ്പോഴാണ് ഈ ഒരു കഥ നടക്കുന്നത്. കക്ഷിയെ പരാമർശിക്കുന്ന ചില രംഗങ്ങളുമുണ്ട്. കക്ഷിനെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. കക്ഷിക്ക് എന്തുകൊണ്ടാണ് ഫോർഡിന് ഒരു GT വണ്ടി അല്ലെങ്കിൽ റേസിംഗ് ഡിവിഷൻ റേസിംഗ് വണ്ടി വേണമെന്നുള്ള തോന്നൽ വരാനുണ്ടായ സാഹചര്യങ്ങളെല്ലാതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണക്കാരൻ നമ്മുടെ എൻസോ ഫെറാറി, ആ ഗഡിയായിരുന്നു. ആ ഗഡീനെ ഇത് കാണിക്കുന്ന ഇറ്റാലിയൻ ഒരു ഫെറാറിക്കാരൻ തൻ്റെ സ്ഥാപനം ആ ഒരു റേസിംഗ് കമ്പനി, ആ ഒരു കമ്പനി തന്നെ ബാങ്ക്രപ്റ്റായി നിൽക്കുന്ന സമയത്ത് ഫോർഡിന് തോന്നാണ് നമുക്കൊരു റേസിംഗ് ഡിവിഷൻ വേണം, അതുകൊണ്ട് നമുക്ക് ഫെറാറിനെ വരെയൊക്കെ അങ്ങോട്ട് വാങ്ങിക്കാം. പക്ഷെ അങ്ങോട്ട് പോയി ഫെറാറി ഇട്ട് സംസാരിക്കുമ്പോൾ ഫെറാറി നൈസായിട്ട് ഫോർഡിനെ അങ്ങോട്ട് കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. ആ കളിയാക്കലിനാണ് ഫോർഡ് ഒരു തീരുമാനമെടുത്തത്, എനിക്കും വേണം ഒരു റേസിംഗ് വണ്ടി, ഫെറാറിനെ കളത്തി വെട്ടിക്കുന്ന റേസിംഗ് വണ്ടി വേണം. അങ്ങനെ തൻ്റെ സുഹൃത്തായ ഷെൽബീനെ ചെന്ന് കാര്യം അവതരിപ്പിക്കുകയാണ്. ഷെൽബി ആ സമയത്ത് ലീമാൻസിലൊക്കെ ഡ്രൈവറായിട്ട് ജയിച്ച് വന്ന ഒരു റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരു ഗരാജ് സ്വന്തം ഷെൽബി കാർസൊക്കെ പറഞ്ഞിട്ട് പ്രീമിയം റേസിംഗ് കാർസൊക്കെ ഉണ്ടാക്കി കുറച്ച് ലക്ഷറീസ് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന സമയത്താണ് ഫോർഡ് വന്ന് ഷെൽബി ഐ ഓൾസോ വോണ്ട് ടു ഗെറ്റ് റിവിഷൻ എങ്കിൽ ഫെറാറി ഇടിച്ച് തകർക്കണം, മറ്റേന്ന് ചെയ്യണം, മറിച്ച് ചെയ്യണം. ഷെൽബി ഓഫ് കോഴ്സ് കാശ് കുറച്ച് ചിലവാം, ബട്ട് യെസ് ഓഫ് കോഴ്സ് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഷെൽബി തൻ്റെ സുഹൃത്തായ കക്ഷീനെ, അതിൻ്റെ പേര് ഞാൻ മറന്നു, കക്ഷിയുടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ക്രിസ്ത്യൻ ബെയിൽ. യെസ്, ഷെൽബി എന്ന ക്യാരക്ടർ ചെയ്യുന്നതും മാറ്റ് ഡേമണും. അങ്ങനെ തൻ്റെ സുഹൃത്തായ മൈൽസ്, കക്ഷിയുടെ പേര് മൈൽസ് ആയിരുന്നു, ഡ്രൈവർ, അമേരിക്കൻ കക്ഷിയുടെ അടുത്ത് നിന്ന് പറയുന്നത് കെൻ മൈൽസ്. യെസ്, ഹിസ് നെയിം ഇസ് കെൻ മൈൽസ് പറയുന്നത് ഓഫ് കോഴ്സ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് കെൻ മൈൽസ് കൂടുന്ന അവർ GT വണ്ടി ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിനിടയ്ക്ക് ഫോർഡിൻ്റെ കമ്പനിയുടെ ഉള്ളിൽ ചിലവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി മൈൽസിനെ പുറത്താക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. അതൊക്കെ ഒരു വശത്തേക്ക് പോകും. പക്ഷെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ പോകുന്നത് ലീമാൻസിൽ വണ്ടി ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഷെൽബി ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഗോ 4000+ RPM എന്നൊക്കെ പറഞ്ഞിട്ട് ഗോ ലൈക്ക് ഹെൽ എന്ന് വെച്ചാൽ RPM ഒന്നും നോക്കണ്ട, അടുത്ത് ചവിട്ട, ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു രംഗയിൽ കാണിക്കുന്നുണ്ട്. അതിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം അവിടെ ഫോർഡ് ഷെൽബിയുമായിട്ടൊരു ബെറ്റ് വെക്കുന്നുണ്ട്. ഈ ഒരു റേസിംഗിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഷെൽബിയുടെ എൻറ്റയർ ആസ്തി, ആ കമ്പനിയോട് പോയ എല്ലാ ആസ്തി ഫോർഡിന് കൈമാറേണ്ടി വരും. ഇനി ഷെൽബിയാണ് ജയിക്കുന്നതെങ്കിൽ മെയിൻ റേസിൽ ഫെറാറിയുടെ ഒപ്പം ഉള്ള മെയിൻ റേസിൽ കെൻ മൈൽസിൻ്റെ സുഹൃത്തായ കെൻ മൈൽസിനെ ഡ്രൈവറായിട്ട് നിയമിക്കാനുള്ള അവസരം തരാമെന്ന് ഷെൽബി. അതൊരു വേറെ ഒരു കഥ അവിടെ നടക്കുന്നുണ്ട്. കെൻ മൈൽസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഫോർഡിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ ഹെൻറി ഫോർഡിൻ്റെ അടുത്ത് വന്ന് കാര്യം ചെയ്യുമ്പോൾ കെൻ മൈൽസിനെ മാറ്റി നിർത്തുമ്പോൾ കഥ കേൾക്കുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു പോയതൊക്കെ അത് കാണേണ്ട ഒരു ഇതൊക്കെ പോകത്തില്ലേ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ റേസിംഗ് കാര്യങ്ങളും പിന്നെ ഷെൽബി, മാറ്റ് ഡേമൻ അഭിനയിച്ച ആ ഒരു ഷെൽബിയുടെ ആ ഒരു ക്യാരക്ടറും പിന്നെ കെൻ മൈൽസ്, ക്രിസ്ത്യൻ ബെയിൽ അഭിനയിച്ച കെൻ മൈൽസ് എന്ന ക്യാരക്ടർ, ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലുടനീളം അങ്ങോട്ട് നിറഞ്ഞ് ആറാടിയിരിക്കുന്നത്. പടം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മറക്കില്ല. അതുപോലെ തന്നെ റഷ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൻ്റെ റിവ്യൂമായിട്ട് പിന്നെ വരാം. പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയും കൂടിയാണ്. ഇഷ്ടം പോലെ അവാർഡ്സ് ബാഗ് ചെയ്ത ഒരു സിനിമയും കൂടിയാണിത്. എന്നുവെച്ചാൽ സിനിമാറ്റോഗ്രഫി, സിനിമ, സ്റ്റോറി, സൗണ്ട് എഫക്ട്സ്, അതിനൊക്കെ അവാർഡ്സ് ബാഗ് ചെയ്ത ഒരു ഫിലിം കൂടിയാണിത്. ഇത് എപ്പോഴും ഇറങ്ങിയത് ഐ തിങ്ക് 2013 അറൗണ്ടാണെന്ന് തോന്നുന്നു. യെസ്, ഐ തിങ്ക് സോ. ആ ഒരു കാലഘട്ടത്തിലാണ് ഇറങ്ങിയത്. പക്ഷെ അന്നത്തെ ഇയറിലെ ബെസ്റ്റ് പെർഫോമിങ് മൂവിയും കൂടിയായിരുന്നു ഇത്, ഫോർഡ് വേഴ്സസ് ഫെറാറി. പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ ഐ തിങ്ക് ലീമാൻസ് 56 അങ്ങനെ എന്തോ ലീമാൻസ് എന്തോ ആണ് ആ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ അമേരിക്കയിലും ഇന്ത്യയിലൊക്കെ ചിലയിടങ്ങളിലാണ് ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം അറിയാമല്ലോ, രണ്ടുപേരും ആ ഒരു പേര് നോക്കുമ്പോൾ രണ്ടുപേരും യുദ്ധത്തിലാണോ അല്ലെങ്കിൽ രണ്ടുപേരും മത്സരത്തിലാണോ എന്ന രീതിയിലൊക്കെ തോന്നും. പക്ഷേ അതിൽ സിനിമയിലുടനീളം എന്താ പറയുക, ഫോർഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു
പേഴ്സണൽ ഗ്രഡ്ജ്, പേഴ്സണൽ വെഞ്ചിയൻസ് ഫെറാറിയുടെ അടുത്ത്. എന്നെ പൂച്ചിച്ചു ഇല്ല, എന്നെ പൂച്ചിക്കാൻ നീ ആരും എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തിൽ ഒരു വണ്ടി പോയിട്ടേക്ക് GT. ആ GT വണ്ടി ഇപ്പോൾ വീണ്ടും ഇറങ്ങാൻ പോകുന്നുണ്ട്. കുറച്ച് കാലത്തേക്ക് ഡിസ്കണ്ടിന്യൂ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇലക്ട്രിഫൈഡ് വേർഷനും കൂടി ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ബിഗ് ഫാൻ ബേസ് തന്നെ ഉണ്ട് ആ ഒരു വണ്ടിയിൽ. ഒരു സ്പെഷ്യൽ ഡിസൈനാണ് GT എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത റിവ്യൂ ആയ റഷ്, അത് ഇതിനേക്കാളും പൊളപ്പനായിട്ടൊരു സിനിമയാണ്. അതിൻ്റെ സ്റ്റോറിയും റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും തമ്പിക്കേ വണക്കം.